قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولن ينصرن الله من ينصره إن الله لقوي عزيز صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്താണുള്ളത്. തീവ്രവാദത്തിലൂടെയും ഭീകരവാദത്തിലൂടെയും ഈ മഹത്തായ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടിയുള്ള ഭീകരാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ്റെ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന ഭാരതത്തിൻ്റെ മുഴുവൻ സൈനികരെയും എല്ലാ അർത്ഥത്തിലും നമ്മൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പോരാടുന്ന മുഴുവൻ സൈനികരെയും പടച്ച തമ്പുരാൻ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സൈനികരുടെ എല്ലാം കുടുംബാംഗങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. അവരെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്ഥൈര്യത്തോടെയും ധൈര്യത്തോടെയും സമാധാനത്തോടെയും പിടിച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് മുസ്ലിം വിരോധം, വെറുപ്പ്, ഇസ്ലാം വിരോധം, ഖുർആൻ വിരോധം ഒക്കെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന്. സംഘപരിവാർ സംഘടനകളും കാസയും സി രവിചന്ദ്രനെ പോലെയുള്ള നവനാസ്തികരും അതുപോലെ ഉള്ള ആളുകളെല്ലാവരും കൂടി, എക്സ് മുസ്ലിംസ് എല്ലാവരും കൂടി ആണ്, അല്ലെങ്കിൽ അവരൊക്കെ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നു മാത്രമല്ല, ജനൻ TV, അതുപോലെ ഷേഖിന TV, അതുപോലെ കർമ്മ ന്യൂസ്, മറുനാടൻ മലയാളി, മാത്യു സാമുവൽ ഒഫീഷ്യൽ പോലെയുള്ള ന്യൂസ് പോർട്ടലുകളും ചാനലുകളും യൂട്യൂബ് ചാനലുകളുമെല്ലാം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡീലർമാരായി പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെ, ദേശക്കുറിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ശക്തമായ പ്രവണതകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തോ പാകിസ്ഥാനോട് ഒരു പ്രത്യേക മഹബത്തുണ്ട്,
അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനെക്കുറിച്ച് എന്തോ ഒരു പ്രേമം, ഒരു പ്രണയം മനസ്സിലവർ സൂക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നല്ല, ഏറെക്കുറെ അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഷ്റഫിനെ മംഗളൂരിൽ തല്ലിക്കൊന്ന റിപ്പോർട്ട് നമ്മുടെ ഒരു ചാനൽ നൽകിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിൻ്റെ താഴെയുള്ള കമൻറ്റിൽ ഒരു ശ്രീലത വി നായർ എന്ന് പറയുന്ന ഒരു സഹോദരി കൊടുത്തിട്ടുള്ള ഒരു കമൻറ്റ്, ഇന്ത്യയിലെ ഒരുപടി, അവരുടെ ഭാഷ ഇത് തന്നെയാണ്, ഇന്ത്യയിലെ ഒരുപടി കാക്കന്മാർ പിന്നെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, പിന്നെ പേടിച്ചിട്ടാണ് അവർ വിളിക്കാത്തത് എന്നാണ് സഹോദരി കമൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വാർത്ത ജനൻ TV നൽകിയിട്ടുണ്ട്. ആ നൽകിയതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ പോയി നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുവിധമുള്ള എല്ലാ കമൻറ്റുകളും മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ചിലർ എഴുതി വച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, ആക്രമണത്തോടുകൂടി കേരളത്തിൻ്റെ ചില മുക്കുമൂലകളിൽ വളരെ തേങ്ങിക്കരച്ചിലുകളാണ് നമ്മൾ കേൾക്കുന്നത്, അടക്കിപ്പിടിച്ച പൊട്ടിക്കരച്ചിലുകളാണ് നമ്മൾ കേരളത്തിൽ മുക്കുമൂലകളിൽ കേൾക്കുന്നത് എന്നുള്ള കമൻറ്റുകൾ. അതോടൊപ്പം തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ മേത്തന്മാർക്ക് ഇത് തീരെ സഹിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ മലപ്പുറത്തും ഈരാറ്റുപേട്ടയിലും നടപ്പാക്കണം എന്നാണ് അവരുടെയൊക്കെ ആവശ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കമൻറ്റിന് ഞാൻ മിനിഞ്ഞാന്ന് നോക്കുമ്പോൾ 46 ലൈക്കാണുള്ളത്. 46 ലൈക്ക് ചെയ്തിരിക്കുകയാണ് ആളുകൾ. ഏതിന്? കേരളത്തിലെ മേത്തന്മാർക്ക് ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൽ സഹിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ മലപ്പുറത്തും ഈരാറ്റുപേട്ടയിലും നടക്കണം. അതിന് മിനിഞ്ഞാന്ന് ഞാൻ നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ആ കമൻറ്റിനുള്ള ലൈക്ക് എന്ന് പറയുന്നത് 40 ആണ്. ഇന്നിപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ബോധം, അഥവാ നമുക്കെന്തോ ഒരു പാകിസ്ഥാൻ സ്നേഹമുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിൽ ഈ ഒരു ബോധം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മംഗളൂരിൽ ഒരു മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള അഷ്റഫ് എന്ന് പറയുന്ന വയനാട്ടുകാരനെ അതിക്രൂരമായി തല്ലിക്കൊന്നപ്പോൾ, അവൻ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊന്നപ്പോൾ, അത് തല്ലിക്കൊല്ലേണ്ടതാണെന്നും അതിലല്പം പോലും സംശയം വെച്ചു പുലർത്താതെ ആ വാർത്ത അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയും എന്നിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ആ തല്ലിക്കൊന്ന ആളുകൾക്ക് ബിഗ് സല്യൂട്ടും അഭിനന്ദനങ്ങളും നന്ദിയുമൊക്കെ അർപ്പിക്കുന്നത് ആ വാർത്തകളൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ബോധം നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ അതെല്ലാവരും വിശ്വസിക്കും. കാരണം അത് മുസ്ലിങ്ങൾ വിളിക്കും എന്നൊരു ധാരണ നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ. അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലാം, എന്ത് ക്രൂരമായ രൂപത്തിലും അവനെ ഇല്ലായ്മ ചെയ്യാമെന്നല്ല അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പശ്ചിമ ബംഗാളിൽ നോർത്ത് 24 ഫർഗാന ജില്ലയിലെ അഗൈപൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ശുചിമുറിയിൽ പാകിസ്ഥാൻ പതാക സ്ഥാപിക്കാൻ ശ്രമിച്ചതും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് എഴുതി വയ്ക്കാൻ ശ്രമിച്ച 2 ഹിന്ദുത്വ ഭീകരരെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ കഴിയും എന്ന ഒരു തോന്നലിവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്താൽ അത് മുസ്ലിങ്ങളാണെന്ന് ധരിച്ചോളും, അത് ഹിന്ദുക്കളാണെന്ന് ധരിക്കില്ല എന്ന ഒരു ബോധം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ, പാകിസ്ഥാൻ ജയിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നു എന്ന് മുൻ BJP പ്രസിഡന്റ് K. സുരേന്ദ്രനും അതുപോലെ തന്നെ ഇന്നിൻ്റെ പ്രവാചക ശബ്ദം എന്ന് പറയുന്ന തറേക്കടവിൽ അച്ഛനും ഒക്കെ തള്ളിമറിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു ബോധം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്.
ഏതുപോലെ എന്ന് ചോദിച്ചാൽ മാഷാ അല്ലാ എന്ന് എഴുതിയാൽ അത് മുസ്ലിം എഴുതിയതാണ് എന്ന ഒരു പൊതുബോധം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ ചില ആളുകളെ ചിലരെ 51 വെട്ടുവെട്ടി തിരിച്ചു പോകുമ്പോൾ ആ ഇന്നോവ കാറിന്റെ പുറകിൽ മാഷാ അല്ലാ എന്ന് ഒട്ടിക്കാൻ കാരണം എന്താ? ഈ മാഷാ അല്ലാ എന്ന് ഒട്ടിച്ചാൽ പിന്നെ അത് മുസ്ലിങ്ങളായിരിക്കും, വേറെ ആരും മാഷാ അല്ലാ എന്ന് ഒട്ടിക്കൂലല്ലോ. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ അത് മുസ്ലിങ്ങളാണ്, അവർക്കേ അത് വിളിക്കാൻ പറ്റുള്ളൂ. അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള എന്തൊക്കെ ഉണ്ട് എന്നുള്ള രൂപത്തിലുള്ള നിരന്തരമായ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് സജ്ജാദ് എന്ന് പറയുന്ന ഒരു ഭീകരൻ, അഥവാ TRFന്റെ സമുന്നത നേതാവാണ്. ഇന്ത്യ ആ തെമ്മാടിയുടെ തലക്ക് 10 ലക്ഷം രൂപയാണ് വിലയിട്ടിട്ടുള്ളത്. അദ്ദേഹം കേരളത്തിൽ എവിടെയോ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു എന്നാണ് പറയുന്നത്. ആ വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ താഴെ പോയി നിങ്ങളൊന്ന് നോക്കിയേ. ഞാൻ ഇന്ന് ആ വാർത്ത പരിശോധിക്കുമ്പോൾ 4000 കമൻറ്റുകൾ അതിൻ്റെ താഴെയുണ്ട്. 4000 കമൻറ്റുകളുണ്ട്. ഈ 4000 കമൻറ്റുകൾ ഞാനിങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് 80% കമൻറ്റുകൾ മുസ്ലിം വിരുദ്ധമാണ്. അവർക്ക് മലപ്പുറമായിട്ട് ബന്ധമുണ്ടാകും. അതുകൊണ്ട് പാണക്കാട് തറവാട് റെയ്ഡ് നടത്തണം, പള്ളികൾ റെയ്ഡ് നടത്തണം, ഈരാറ്റുപേട്ട റെയ്ഡ് നടത്തണം, മലപ്പുറത്ത് റെയ്ഡ് നടത്തണം. അങ്ങനെയുള്ള മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന, മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്ന കമൻറ്റുകളാണ് അതിൻ്റെ താഴെ 80% ഉള്ളത്. അതിനാണ്ടി വേണ്ടി കമൻറ്റ് തൊഴിലാളികൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് മുസ്ലിം വെറുപ്പ്, മറുവശത്ത് ഖുർആൻ വെറുപ്പ്, വേറൊരു വശത്ത് ഇസ്ലാം വെറുപ്പ്, മറ്റൊരു വശത്ത് ദേശക്കൂറിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ, ഇതിങ്ങനെ നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു, അതിനൊരു കൗണ്ടർ എഫക്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗണ്ടർ ആക്ഷൻ ഉണ്ടാകും. അതെന്താന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, ഒന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വാക്താക്കൾ ഹിന്ദുക്കളാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഹിന്ദുക്കളോടൊരു വർഗീയ വിദ്വേഷം ഉണ്ടാകും. അതതിൻ്റെ ഒരു കൗണ്ടർ എഫക്റ്റാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചത്. ഇനി അതിൻ്റെ വിശദാംശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. രണ്ടാമത്തെ കൗണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ നമ്മൾ ഒരു തരം അപകർഷതാബോധത്തിൽ ആണ്ടുപോകും. നമുക്ക് തന്നെ തോന്നും, നമ്മുടെ സമുദായത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇസ്ലാമിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഖുർആനിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. നമുക്ക് തന്നെ ഒരു നിരാശ വരും. ഈ നിരാശ നമ്മിൽ ഡെവലപ്പ് ചെയ്യാനാണ് ഇവർ ഇത് നിരന്തരം ഇങ്ങനെ തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറുന്നും കിഴക്കുന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറെ ആൾക്കെങ്കിലും ഒരു നിരാശ ഉണ്ടാകും, ഒരു കുറെ ആളുകളെങ്കിലും ഒരു അപകർഷതാബോധത്തിന് അടിപ്പെടും. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മളൊരു അപകർഷതാബോധത്തിനും അടിപ്പെടേണ്ടതില്ല. ജീവിക്കുന്ന രാജ്യത്തോട് കൂറു പുലർത്തുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു മൗലിക സ്വഭാവമാണ്. ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യന്റെ മൗലിക സ്വഭാവമാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയുമോ, ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് തന്നെ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നവരോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാമെന്നാണ്. രാജ്യസ്നേഹമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അഥവാ സ്വന്തം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് ആട്ടി ഇറക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്നവരോട് നിങ്ങൾക്ക് യുദ്ധം പോലും ചെയ്യാൻ അനുവാദമുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ രാജ്യസ്നേഹം എത്രമാത്രം കടുത്തതായിരിക്കും. അത് ഏത് നാട്ടിലും ജീവിക്കുന്നവനാണെങ്കിലും അവനെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് പുറത്താക്കാൻ ശ്രമിച്ചാൽ യുദ്ധം അനുവദിക്കും എന്ന് പറയുമ്പോൾ, രാജ്യസ്നേഹം എന്ന് പറയുന്നത്, ദേശസ്നേഹം എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ, മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് ആരും അവർ ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കെന്തിനു പാകിസ്ഥാനോട് സ്നേഹം ഉണ്ടാകണം? നമുക്കെന്തിനാണ് പാകിസ്ഥാനോട് സ്നേഹം ഉണ്ടാവുക? പാകിസ്ഥാനിലല്ല നമ്മൾ ജനിച്ചത്. നമ്മൾ പാകിസ്ഥാനിൽ തൊഴിൽ ചെയ്തല്ല ജീവിക്കുന്നത്. നമ്മൾ ജനിച്ചത് ഇന്ത്യ രാജ്യത്താണ്. നമ്മൾ ഇവിടെയാണ് തൊഴിൽ ചെയ്ത് നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ പോറ്റുന്നത് ഈ രാജ്യത്ത് തൊഴിൽ ചെയ്ത് ജീവിച്ചുകൊണ്ടാണ്. നമുക്കെന്തിനു പാകിസ്ഥാനോട് സ്നേഹം ഉണ്ടാകണം എന്ന് മാത്രമല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് ആരുടെയെങ്കിലും ദേശസ്നേഹം പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് ആരുടെയെങ്കിലും ദേശസ്നേഹം അറ്റസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടേതാണ്, മറ്റാരുടേതുമല്ല. നമ്മൾ അറിയേണ്ടത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. ഇന്ത്യ ഗേറ്റിലേക്ക് ചെന്ന് നോക്കിയാൽ അതിലൊരു കുറെ ആളുകളുടെ പേരുവിവരങ്ങൾ വരെ നമുക്ക് അവിടെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും.
10,000 ആളുകളുടെ പേരുകൾ, മുസ്ലിങ്ങളുടെ പേരുകൾ, സിഖുകാരുടെ പേരുകൾ, ഹിന്ദു സമൂഹത്തിലെ ആളുകളുടെ പേരുകൾ, ദലിത് സമൂഹത്തിലെ ആളുകളുടെ പേരുകളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര ആളുകളുടെ പേര് അവിടെ ഉള്ളൂ. അങ്ങനെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുകയാണ്. ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുന്ന ഘട്ടത്തിൽ, അഥവാ പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെടുന്ന ഘട്ടത്തിൽ, അവിടെ ചോയ്സ് ഉള്ള ഒരേ ഒരു സമൂഹം മുസ്ലിം സമൂഹമാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെടുന്ന ഘട്ടത്തിൽ, അഥവാ പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാകാൻ പോകുന്നു, ഇന്ത്യ മതേതര രാജ്യമാകാൻ പോകുന്നു. ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം, ചോയ്സ് ഉള്ള ഒരേ ഒരു വിഭാഗം, തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു വിഭാഗം മുസ്ലിങ്ങളാണ്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർക്ക് തെരഞ്ഞെടുപ്പിന് അവിടെ സാധ്യതയില്ല. കാരണം പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാകാൻ പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പില്ല, ഈ രാജ്യത്ത് തന്നെ നിലനിൽക്കുക എന്നതാണ്. സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ തെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല. അതുപോലെ തന്നെ മറ്റേ ഏതൊരു സമൂഹത്തെ സംബന്ധിച്ച്, ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും അവിടെ തെരഞ്ഞെടുപ്പില്ല. അവിടെ അവർക്ക് പാകിസ്ഥാനിലേക്ക്, മുസ്ലിം രാജ്യത്തേക്ക് അവർ പോകുമോ? ഇല്ല. ഇവിടെ തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ളതും പാകിസ്ഥാനിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്കാണ് പാകിസ്ഥാനിലേക്ക് പോകണോ അതോ ഇന്ത്യയിൽ തന്നെ നിൽക്കണോ എന്ന ചോദ്യം അവരുടെ മുമ്പിലാണ് ഉയരുക. അത്തരം ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ, അഥവാ ഒരു മുസ്ലിം രാജ്യത്തേക്ക് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്ന ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ, അങ്ങനെ ഞങ്ങൾക്കൊരു മുസ്ലിം രാജ്യത്തേക്ക് പോകേണ്ടതില്ല, മതേതര രാജ്യമായ ഇന്ത്യയിൽ തന്നെ നിലനിന്ന മതി എന്ന് തീരുമാനിച്ചവരുടെ പിൻഗാമികളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അവരെ പ്രത്യേകിച്ച് ആരും ദേശസ്നേഹമൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അന്ന് പോകണ്ട എന്ന് തീരുമാനിച്ച ആളുകൾ, അന്ന് പാകിസ്ഥാനോട് പ്രേമമില്ല, സ്നേഹമില്ല, മഹബത്തില്ല എന്ന് തീരുമാനിച്ച ആളുകൾ പിന്നെ ഇന്നെങ്ങനെയാണ് ഒരു മഹബത്ത് ഉണ്ടാവുക? പ്രത്യേകിച്ച് എന്താ ഇവിടെ സംഭവിച്ചത്? അങ്ങനെ ഒരു മഹബത്ത് ഉണ്ടാകാൻ ഇത് കെട്ടിപ്പോക്കുകയാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ലവ് ജിഹാദ് പോലെ പച്ചക്കള്ളം, അതുപോലെ തന്നെ നർക്കോട്ടിക് ജിഹാദ് പോലെ പച്ചക്കള്ളം, തുപ്പൽ ജിഹാദ് പോലെ, കേരളത്തിലെ മദ്രസ അധ്യാപകർക്കെല്ലാം ഗവൺമെന്റ് ഖജനാവിൽ നിന്നാണ് പണം കൊടുക്കുന്നത് എന്ന് പറയുന്ന കല്ലുവച്ച നുണ പോലെ ഈ നുണയും കെട്ടിപ്പോക്കുകയാണ്. വ്യാപകമായി പ്രചരിച്ചാൽ എല്ലാവരും വിശ്വസിച്ചോളും. ഏത് തെമ്മാടിക്കും എന്തും ചെയ്യാം. അവൻ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ അവനെ നിഷ്കരണം കൊല്ലാം, അവൻ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. അവരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി മനഃപൂർവ്വം എത്തിക്കുകയാണ്. ആലോചിച്ച് നോക്കണം നമ്മൾ. സൗദി അറേബ്യനോടാണ് മുസ്ലിങ്ങൾക്ക് പ്രേമമുള്ളത്, അതുകൊണ്ട് അവർ സൗദിയെ സിന്ദാബാദ് എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചൊരു ന്യായം ഉണ്ടാവും. എന്താണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ? ലോക മുസ്ലിങ്ങളുടെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള ലോക മുസ്ലിങ്ങളുടെ സുപ്രധാനങ്ങളായ 2 തീർത്ഥാടന കേന്ദ്രങ്ങളുള്ളത് സൗദി അറേബ്യയിലാണ്, മക്കയും മദീനയും. അതുമാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ, മുസ്ലിങ്ങളടക്കമുള്ള മറ്റ് ജനവിഭാഗങ്ങളടക്കം കേരളത്തിൽ നിന്നും ഒക്കെ സൗദി അറേബ്യയിൽ പോയി ജോലി ചെയ്ത് അവർ കേരളത്തിലും ഇന്ത്യയിലുമായി അവരുടെ കുടുംബത്തെ പോറ്റുന്നു. അതുകൊണ്ട് അവർ സൗദി അറേബ്യനോടൊരു പ്രേമം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നാമ്പെങ്കിലും ശരിയുണ്ട്. എന്നാലും കേരളത്തിലെ മുസ്ലിങ്ങൾക്കോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കോ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തോട് മൊത്തത്തിൽ, അവിടെ മൊത്തം മുസ്ലിങ്ങളാണ് ഭരിക്കുന്നത്, മുഹമ്മദ് നബി മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള അവിടെയാണ്, ഹജ്ജിന്റെ കേന്ദ്രം അവിടെയാണ് എന്നതുകൊണ്ട് ആ രാജ്യത്തോട് മൊത്തത്തിൽ പ്രേമൊന്നും ഇവിടെ മുസ്ലിങ്ങൾക്കില്ല. അത്തരം തീർത്ഥാടന കേന്ദ്രം അവിടെ ഉള്ളത് കൊണ്ട് അതിനോടൊരു മഹബത്തുണ്ട്. പക്ഷെ എന്നിട്ട് ഇവരെന്താണ്? ഇവർ പാകിസ്ഥാൻ സ്നേഹികളാണെന്ന് പറയാത്ത. ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സൗദി അറേബ്യ സ്നേഹികളാണെന്ന് പറയണ കേട്ടിട്ടുണ്ടോ? നമ്മളാരും കേട്ടിട്ടില്ല. അത് പറഞ്ഞ് നമ്മളാരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഹജ്ജ് നടക്കുമ്പോൾ ആ ഹജ്ജിന്റെ റിപ്പോർട്ട് വരുന്ന ചാനലിന്റെ താഴെ പോയി ആരെങ്കിലും ഇവർക്ക് സൗദി അറേബ്യനോടാണ് പ്രേമം സ്നേഹം എന്ന് കമന്റ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എവിടെയും നമ്മൾ കാണൂല. എന്നാ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ ഒരു ചെറിയ തീർത്ഥാടന കേന്ദ്രം പോലും ഇല്ല അവിടെ ഇല്ല. ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ മുസ്ലിങ്ങൾ ആരും അവിടെ പോയി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നില്ല. ആകെയുള്ളത് എനിക്ക് തോന്നുന്നത് വെറും 5000 പേരോ മറ്റോ ആണ് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി നിൽക്കുന്നവർ. അത് ഇപ്പോ ഗേറ്റ് അടച്ചപ്പോ എത്രയും പെട്ടെന്ന് വിസ റദ്ദാക്കി തിരിച്ചു പോകണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയവരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. വളരെ തുച്ഛമായ ആളുകളാണുള്ളത്. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ന് വരെ അവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല, ഇപ്പോഴും ഇല്ല. അതിൻ്റെ എല്ലാം ദുരന്തങ്ങൾ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ നേരിടാൻ അവർക്ക് കഴിയണില്ല. ഇന്ത്യയുടെ മിസൈലുകൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയണില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്.
ഇന്ന് വരെ അവിടെ തെരഞ്ഞെടുത്ത ഒരൊറ്റ പ്രധാനമന്ത്രിയും, ഇപ്പോൾ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്, ഇന്ന് വരെ പാകിസ്ഥാനിൽ തെരഞ്ഞെടുത്ത ഒരൊറ്റ പ്രധാനമന്ത്രിയും എന്ത് ചെയ്തിട്ടില്ല? അവരുടെ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. മിക്കപ്പോഴും ബാരക്കിൽ നിന്ന് പട്ടാളം ഇറങ്ങിയ പട്ടാളാണ് അവിടെ ഭരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് വരെ പട്ടാളം ബാരക്കിൽ നിന്ന് ഇറങ്ങി രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഒരു ചരിത്ര സംഭവം 1947 ശേഷം ഉണ്ടായിട്ടേ ഇല്ല. ഇത്രയും സുരക്ഷിതമായ ഒരു രാജ്യത്ത് ജീവിക്കാൻ അവസരം കിട്ടിയ മുസ്ലിങ്ങൾ ഒരു സുരക്ഷിതത്വമില്ലാത്ത, വെള്ളിയാഴ്ച പോലും പള്ളികളിൽ അവിടെ സുരക്ഷിതമായിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് പൊട്ടണമെന്ന് അറിയാൻ പറ്റില്ല, എപ്പോഴാണ് അവിടെ ബോംബ് പൊട്ടണമെന്ന് അറിയാൻ പറ്റില്ല, എപ്പോഴാണ് അവിടെ ഭീകരവാദികൾ ആക്രമിക്കുന്നത് എന്നറിയാൻ പറ്റില്ല. എന്തിനു പിന്നെ മുസ്ലിങ്ങൾ ആ രാജ്യത്തെ സ്നേഹിക്കണം? എന്തിനു പിന്നെ മുസ്ലിങ്ങൾ ആ രാജ്യത്തെ സ്നേഹിക്കണം? അവിടെ മുസ്ലിങ്ങൾ സ്നേഹിക്കേണ്ട കാര്യമില്ല. ആർക്കും അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാവാൻ മാത്രമുള്ള ഒന്നും പാകിസ്ഥാനിൽ ഇല്ല. അല്പമെങ്കിലും ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ സൗദി അറേബ്യയിലാണ്. അതിനെക്കുറിച്ച് ഇവർക്കാർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. അപ്പൊ ഉദ്ദേശം മറ്റൊന്നാണ്. പാകിസ്ഥാൻ സ്നേഹമൊന്നുമല്ല പ്രശ്നം. ഇനി പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണ്. പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണ്. പാകിസ്ഥാനിലുള്ളത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അവരോടൊരു മഹബത്തുണ്ടാകും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ മഹബത്ത് ആർക്കാണ് എന്ന് തെളിയിക്കാനുള്ള എല്ലാ ധാർമ്മികമായ അവകാശവും അർഹതയും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കുണ്ട്. 1947 മുതൽ പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അങ്ങോട്ട് ആരാണ് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങളും പ്രതിരോധ രഹസ്യങ്ങളും ചോർത്തിക്കൊടുത്തത് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. നിങ്ങളൊന്ന് കേട്ടോളൂ അവരുടെ പേരുകൾ. 2020 നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായി കറങ്ങി നടക്കുന്ന വാർത്തയുണ്ട്. പാകിസ്ഥാന് പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത ആളുകളുടെ ലിസ്റ്റ്. ഞാൻ ആ ലിസ്റ്റ് ഒന്നുമല്ല വായിക്കുന്നത്. ഞാൻ വായിക്കുന്ന ലിസ്റ്റ് 2020 മുതൽ ഞാൻ എൻ്റെ ഫയലിൽ, ഈ വിനീതന്റെ ഫയലിൽ കളക്ട് ചെയ്തു വെച്ച ഇന്ത്യയുടെ രഹസ്യ വിവരങ്ങൾ, സൈനിക വിവരങ്ങൾ, പ്രതിരോധ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത പത്രവാർത്തകൾ ഞാൻ എൻ്റെ ഫയലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫയലിൽ നിന്നെടുത്ത വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയൊക്കെ ഇല്ല, ആർക്കും എഡിറ്റ് ചെയ്ത് കയറ്റിവിടാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്ന വിവരങ്ങളല്ല. എൻ്റെ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. ഞാൻ പേരുകൾ വായിക്കാം. 2020 ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് മഹേഷ് കുമാറിനെ 2020 എനിക്ക് ലഭ്യമായ വിവരങ്ങളാണ് ഞാൻ നൽകുന്നത്. വേറെയും ഉണ്ടാകാം. ആ 2020 2021 രാജീവ് ശർമ്മ മാധ്യമപ്രവർത്തകനാണ്. ഇവരുടെയൊക്കെ വിശദാംശങ്ങളുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് നമ്മൾ അവരുടെ വിശദാംശങ്ങൾ പറയുന്നില്ല. ഇവരൊക്കെ ഉയർന്ന ലെവലിലുള്ള ആളുകളും താഴെ ജോലിയെടുക്കുന്ന ആളുകളും ഒക്കെയാണ്. 2021 രാജീവ് ശർമ്മ, 2022 ദേവേന്ദ്ര ശർമ്മ, 2023 പ്രദീപ് കുൽക്കർ, രഘുവാൻഷി, ആശിഷ് പതക്, നവീൻ പാൽ, മലയാളിയായിട്ടുള്ള ശ്രീനിഷ്, ഇവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ. 2024 സത്യേന്ദ്ര സിവാൾ, വിക്രം സിംഗ്, കൽപേഷ് ബൈക്കാർ, പങ്കജ് കോടിയ, ആനന്ദ് രാജ് സിംഗ്. 2024 ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ഇന്ത്യ ചോർത്തിക്കൊടുത്ത ആളുകളുടെ പേരാണ് ഞാൻ വായിച്ചത്. ഇനി 2025 പഹൽഗാം ആക്രമണം നടക്കുന്ന പശ്ചാത്തലം, ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചു വീഴ്ത്തുന്ന സന്ദർഭം, ആ സന്ദർഭം ഈ 2025 ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങളും സൈനിക രഹസ്യങ്ങളും ചോർത്തിക്കൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. വൈത്തൽ ലക്ഷ്മൺ ടണ്ടൽ, അക്ഷയ് രവിനായിക്, അഭിലാഷ് തിരുവനന്തപുരം, ശ്രീനിഷ് കൊച്ചി കടമക്കുടി, രവീന്ദ്രകുമാർ, വികാസ് കുമാർ, ദീപ്രാജ് ചന്ദ്ര, സുനിൽ പാലക്, മസിഹ് പാലക്, അതുപോലെ തന്നെ സൂരജ് മസിഹ്. ഇത്രയും ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2020 മുതൽ 25 വരെ 22 ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരാരാ? ഒരു മുസ്ലിങ്ങളാണോ? ഇവരാരെങ്കിലും മുസ്ലിങ്ങളാണോ? ഇത്രയും തെമ്മാടികളെ ഉപയോഗിച്ച്, രാജ്യദ്രോഹികളെയും ദേശദ്രോഹികളെയും ഉപയോഗിച്ച് രഹസ്യം ചോർത്തിയിട്ട് പോലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ശിഥില രാഷ്ട്രത്തിന് ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ ചോർത്തലൊക്കെ ചോർത്തിയിട്ട് നമ്മുടെ കൊച്ചി കപ്പൽശാലയിലാണ് 2 പേരാണ് ഈ അടുത്ത് അറസ്റ്റ് ചെയ്തത്. രണ്ടാള് തിരുവനന്തപുരത്തു നിന്നുള്ള, പിന്നെ അഭിലാഷ് തിരുവനന്തപുരം, അതുപോലെ തന്നെ ശ്രീനിഷ് കടമക്കുടി, നമ്മുടെ കൊച്ചിയിൽ കടമക്കുടിയിൽ താമസിക്കുന്ന ശ്രീനിഷ്. ഇവരെയാണ് അറസ്റ്റ്. കരാർ തൊഴിലാളികളും ഒക്കെയാണ് കപ്പൽശാലയിലെ. ഇവരാണ്
ഇത്രയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയൊക്കെ രഹസ്യങ്ങൾ ചോർത്തിയിട്ടും ഇന്ത്യയുടെ മിസൈലുകൾക്ക് മുമ്പിൽ, ഇന്ത്യയുടെ സൈനിക സംവിധാനങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതവിടെ ഇരിക്കട്ടെ. ഈ ആളുകളാണ് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്. ഇവരാണ് നമ്മളോട് പാകിസ്ഥാനെ കുറിച്ച് പറയാൻ വരുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം. ഇതൊരു കോമഡിയല്ലേ ശരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു കോമഡിയാണല്ലോ. ഇത്രയും ആളുകൾ ഇത് ചോർത്തിക്കൊടുത്തു. നമുക്ക് പറയാനുള്ളത്, മംഗളൂരുവിലെ മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന മെന്റലി ചലഞ്ചറായിട്ടുള്ള ഒരാളെ പെട്ടുപോകുമെന്ന് കണ്ടപ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്ന് പറഞ്ഞ് അവനെ നിഷ്കരുണം ആൾക്കൂട്ടം തല്ലിക്കൊന്ന ആളുകൾ, ഒരു കാര്യം പറയണം, ഈ ലിസ്റ്റ് അങ്ങോട്ട് തരാം, ഇവരെ എന്ത് ചെയ്യണമെന്ന് കൂടി ഇവർ പറയണം. ഈ രാജ്യത്തിന്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത ഇവരെ തല്ലിക്കൊല്ലണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് വലിയ രാജ്യസ്നേഹം മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പറയേണ്ടതുണ്ട് ഇവരെന്ത് ചെയ്യണമെന്ന്. ലിസ്റ്റ് അങ്ങോട്ട് തരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തിന് നേരെ ചോദ്യമുയർത്തി നാണം കെടുക മാത്രമായിരിക്കും ബാക്കിയുള്ളവർക്കുണ്ടാവുക. കാരണം അതിനു മാത്രം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും പുനർനിർമ്മാണ പ്രക്രിയകളിലും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. അവർക്ക് ഈ രാജ്യത്തോട് തന്നെയാണ് സ്നേഹവും കൂറുമുള്ളത്. പിന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഏതെങ്കിലും RTFന്റെ തെമ്മാടികൾ ഇന്ത്യയിൽ കടന്നുകൂടി ഏതോ നിരപരാധികളായിട്ടുള്ള ഒരു കുറെ ആളുകളെ അതിക്രൂരമായി കൊന്നൊടുക്കിയതിന് നമ്മളൊന്ന് ആലോചിക്കണം. അത് ചെയ്തവർ മുസ്ലിങ്ങളാണെന്ന പേരിൽ, കെലിമ പറയാൻ പറഞ്ഞു എന്ന പേരിൽ അതിൻ്റെ ഒക്കെ പാപഭാരം മുസ്ലിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ, ആ തെമ്മാടികൾ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അവർ മുസ്ലിമാണ്, അല്ലെങ്കിൽ അവർ കെലിമ മതത്തെ ദുരുപയോഗം ചെയ്തു, അതിൻ്റെ പേരിൽ ഭീകരവാദത്തിനൊരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണ് എന്ന് പറയാൻ ന്യായമാകുമെങ്കിൽ നമുക്ക് തിരിച്ചും പറയാലോ, ചാരപ്രവർത്തനത്തിനൊരു മതമുണ്ടെങ്കിൽ അത് ഹിന്ദു മതമാണ് എന്ന് പറഞ്ഞുകൂടെ? നമ്മൾ പറയരുത്, നമ്മളാരും അത് പറയാൻ പാടില്ല. ന്യായമല്ല പറച്ചിൽ. ഏതൊക്കെയോ ഈ പറഞ്ഞതുപോലെ തെമ്മാടികൾ എന്തൊക്കെയോ കാണിക്കുന്നതിന് ആ സമുദായമോ ആ മതമോ ആ മതത്തിന്റെ വേദഗ്രന്ഥമോ ഒന്നും ഉത്തരവാദിത്വവും പാപഭാരവും ഒന്നും ഏറ്റെടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇതിനൊരു മതം ഉണ്ടെങ്കിൽ ഇതിനൊരു ഈ പറയുന്ന ന്യായം അനുസരിച്ച് ഇതും പറഞ്ഞുകൂടെ? പറയുന്നവർക്ക്, അന്തമില്ലാത്തവർക്ക്, വെളിവില്ലാത്തവർക്ക്, ബുദ്ധിയും ബോധമില്ലാത്തവർക്ക്, ധാർമ്മികമായ ഒരു അഭിമാനമില്ലാത്തവർക്ക് ഇത് പറഞ്ഞുകൂടെ? അപ്പൊ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഒരു വിശ്വാസി അത് പറയാൻ പാടില്ല. ഇനി 22 പേരല്ല, 2200 ആളുകൾ ഇന്ത്യയിൽ നിന്ന് സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്താലും അതിനിവിടുത്തെ ഒരു അഭിമാനമുള്ള ഹിന്ദുവും മറുപടി പറയേണ്ടതില്ല. നമ്മളത് ആവശ്യപ്പെടാനും പാടില്ല. ന്യായം പറയുമ്പോൾ പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അവർ മുസ്ലിങ്ങളാണ്, അതാണോ പ്രശ്നം? അവർ മുസ്ലിങ്ങളാണ് എന്നതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ പറയുന്നവരാരാണ്? ഈ ചാരപ്രവർത്തനം നടത്തിയവരാരാണ്? അവർ മുസ്ലിങ്ങളായി പോയതിൻ്റെ പേരിൽ അവർ മുസ്ലിം സമുദായത്തിൽ ജനിച്ചതാണ് ഈ പറയുന്ന ഭീകരവാദികളും തീവ്രവാദികളും എന്നതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ മറുപടി പറയണം എന്നതാണെങ്കിൽ, ഈ ചാരപ്രവർത്തനം നടത്തിയതിൻ്റെ അവരുടെ സമുദായം ഏതാണ്, അതിൻ്റെ പേരിൽ അവരും മറുപടി പറയണം എന്ന് പറഞ്ഞൂടെ? പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്കത് പറയാൻ പറ്റില്ല. ആ പറയുന്നതിൽ ഒരു ന്യായവുമില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ്, ഈ ചാരപ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ പിന്നിൽ മതത്തെ ദുരുപയോഗിച്ചു എന്നാണ് മറ്റൊരു ന്യായം. എന്ത് പറഞ്ഞു? കെലിമ ചെല്ലാൻ പറഞ്ഞു, കെലിമ എന്ന് പറഞ്ഞു, തുണി പൊക്കി നോക്കി. ഇതൊക്കെ മതചിഹ്നങ്ങളാണ്. കെലിമ എന്ന് പറയുന്നത് മതചിഹ്നമാണ്. ശരി, സമ്മതിക്കുന്നു, മതചിഹ്നമാണ്. നമ്മൾ പറയുന്നത് ഈ തെമ്മാടികൾ ഇസ്ലാം മതത്തിന്റെ ചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടി, അതിക്രൂരമായി കൊല ചെയ്യപ്പെടാൻ വേണ്ടി, കൊന്നൊടുക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുകയായിരുന്നു. തിരിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. RSS, VHP, ബജറംഗ് ദൾ, സനാതനി,
പിന്നെ ഹനുമാൻ സേന, ശിവസേന, അഖില ഭാരതീയ ഹിന്ദു മഹാസഭ, സനാതനി ഏകതാ മഞ്ച്, ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ളതാണ്. ഈ ആളുകൾ, ഈ പറയുന്ന ആളുകൾ, ഇതിൻ്റെയൊക്കെ ആളുകൾ കേരളത്തിൽ, ഇന്ത്യയിൽ എത്രയോ ആളുകളെ കൊന്നിട്ടുണ്ട്, തല്ലിക്കൊന്നിട്ടുണ്ട്, തൂക്കിക്കൊന്നിട്ടുണ്ട്, എത്രയോ ആളുകളെ കൊന്നിട്ടുണ്ട്. അതൊക്കെ എന്തിൻ്റെ പേരിലായിരുന്നു? ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിലായിരുന്നു, പശുവിൻ്റെ പേരിലായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കണം. സിംഹത്തെ കൊന്നു എന്നതിൻ്റെ പേരിലല്ല, സിംഹമാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിലല്ല, പശുവിനെ കൊന്നു എന്നതിന് പശുക്കടത്ത് നടത്തി എന്നതിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ പശുമാംസം സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിലാണ്. പശു എന്ന് പറയുന്നത് ആരുടെ ചിഹ്നമാണ്? ഇവിടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ സിമ്പലാണ് പശു എന്ന് പറയുന്നത്. ജയ് ശ്രീറാം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായി ഹൈന്ദവ സഹോദരന്മാർ ഉയർത്തുന്ന പവിത്രമായ മന്ത്രമാണത്. ആ മന്ത്രം ചൊല്ലാത്തതിൻ്റെ പേരിലാണ് മർദ്ദിക്കുന്നത്. ഏതു മതത്തിൻ്റെ ചിഹ്നങ്ങളാണത്? ഹൈന്ദവ മതത്തിൻ്റെ ചിഹ്നങ്ങളാണ് ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. ഹൈന്ദവ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്ത ഈ പറഞ്ഞ ആളുകൾ, ഏത് RSS, VHP, ബജറംഗ് ദൾ, ശിവസേന, ഹനുമാൻ സേന, അഖില ഭാരതീയ ഹിന്ദു മഹാസഭ, സനാതനി ഏകതാ മഞ്ച് പോലുള്ള സംഘടനകൾ ഈ മന്ത്രങ്ങളും ഈ ചിഹ്നങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മംഗളൂരിൽ അടിച്ചു കൊന്നത് അടക്കം ചെയ്തിട്ടുള്ളത് ഈ ചിഹ്നങ്ങൾ. അതുകൊണ്ട് ഇവിടുത്തെ അത് ഹിന്ദു മതത്തിൻ്റെ ചിഹ്നങ്ങളാണ്, അതുകൊണ്ട് ഹിന്ദുക്കളൊക്കെ മറുപടി പറയണം, അതിന് ഹിന്ദുമത ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞാലോ നമുക്ക് പറയാൻ പറ്റുമോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ന്യായമല്ല. പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വി ക്രിട്ടിസൈസ് സംതിങ് ഫോർ എ റീസൺ, എവറിത്തിങ് ദാറ്റ് ഹാസ് ബി സെയിം റീസൺ മസ്റ്റ് ബി ക്രിട്ടിസൈസ്ഡ് എന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഇംഗ്ലീഷിൽ. നമ്മൾ ഏതെങ്കിലും ഒരു കാരണത്താൽ നമ്മളൊരു സംഗതിയെ വിമർശിക്കുന്നുവെങ്കിൽ അതേ കാരണമുള്ള എല്ലാറ്റിനെയും വിമർശിക്കണം, അഥവാ അതേ കാരണം കാണുന്നതെല്ലാം ആ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാകണം എന്ന് പറയുന്ന ഒരു ന്യായമാണിത്. പക്ഷെ ആ ന്യായം നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. ഞാൻ പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ISISനെ സംബന്ധിച്ചിടത്തോളം, ബോക്കോ ഹറാമിനെ സംബന്ധിച്ചിടത്തോളം, ലഷ്കർ-e തയ്യബയെ സംബന്ധിച്ചിടത്തോളം, ജയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം, TRFനെ സംബന്ധിച്ചിടത്തോളം, ഇവരൊക്കെ ഇസ്ലാമിലെ മതചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിന് മുസ്ലിങ്ങൾ മറുപടി പറയണം, അതിന് ഇസ്ലാം ഉത്തരവാദിയാണ് എന്നൊക്കെ പറയാൻ നിന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ന്യായമനുസരിച്ച് ജയ് ശ്രീരാമും പശുവിനൊക്കെ ദുരുപയോഗം ചെയ്യുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളും മറുപടി പറയണം, ഭഗവത്ഗീതയും മറുപടി പറയണം എന്ന് പറയുന്നത് പോലെയാണ്. ഇത് രണ്ടും ശരിയല്ല. ആർക്കും എന്തും ദുരുപയോഗം ചെയ്യാവുന്ന ഒരവസ്ഥാവിശേഷം ലോകത്തുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശസ്നേഹത്തെയോ രാജ്യസ്നേഹത്തെയോ ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികമായ അവകാശം ആർക്കുമില്ല. അത്തരമൊരു പരാമർശങ്ങളൊന്നും തന്നെ സത്യവിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഒരിടത്തു പോലും സ്വപ്നത്തിൽ പോലും ഉണ്ടാകാനും പാടില്ല. ഇതിനൊക്കെ, ഈ ചെയ്തികൾക്കൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കൾ മറുപടി പറയണം, ഭഗവത്ഗീത മറുപടി പറയണം, ഹിന്ദു ആചാര്യന്മാർ മറുപടി പറയണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ, അത് അവർ പഠിച്ച ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായി മനസ്സിലാക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരാണിപ്പോൾ ഈ നമ്മുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്? ആരാ? അവരുടെ ചരിത്രം എന്താണ് നമ്മളറിയണം. നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്. നമ്മുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയാണ്. അത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഹോണറബിൾ സജീവ് ഖന്ന, ഹോണറബിൾ സഞ്ജയ് കുമാർ അടക്കമുള്ള ബെഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. BJPയുടെ MP നികാഷ് ഖാൻ ദുബൈ ചീഫ് ജസ്റ്റിസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലോയർ കൊണ്ടുപോയി കൊടുത്ത പൊതു താൽപ്പര്യ ഹർജിയെ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണിത്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പരമോന്നതമായിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതിൻ്റെ താഴെയാണ് ബാക്കിയെല്ലാം ഉള്ളത്. പാർലമെന്റും അതേപോലെ തന്നെ എല്ലാം ഉള്ളത് അതിൻ്റെ താഴെയാണ്. ഏറ്റവും പരമോന്നതമായിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വികൃത സൃഷ്ടി എന്ന് പറയുന്നവർ ആരാണ്? അവർ ദേശദ്രോഹികളായിരിക്കോ അതോ അവർ ദേശസ്നേഹികളായിരിക്കോ? ആർക്കും സംശയമില്ലല്ലോ അവർ ദേശദ്രോഹികളായിരിക്കും എന്നുള്ളത്. ഈ ഭരണഘടനയെക്കുറിച്ച് വികൃത സൃഷ്ടി എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ കേട്ടോളൂ, ഞങ്ങൾക്ക് മാർഗദർശനമാണ്
ഗോൾവാൾക്കർ എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘപരിവാറാണ്. ഞങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളിലൂടെ ഇന്നും ഗോൾവാൾക്കർ ജീവിക്കുകയാണ് എന്നു ചിന്തകൾ, ഗോൾവാൾക്കറുടെ ചിന്തകൾ, മാധവ സദാശിവ ഗോൾവാൾക്കർ ഇന്നും ചിന്തകളിലൂടെ ജീവിക്കുകയാണ്, ഞങ്ങളുടെ മാർഗദർശനം അയാളാണ് നൽകുന്നത് എന്ന് പറയുന്ന ഈ ഗോൾവാൾക്കർ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ ഭരണഘടന, അതിൽ നമ്മുടേതെന്ന് പറയാവുന്നതൊന്നുമില്ല. നമ്മുടെ ഭരണഘടനയിൽ നമ്മുടേതെന്ന് പറയാവുന്ന ഒന്നുമില്ല. ഐക്യരാഷ്ട്രസഭയുടെയും മുമ്പത്തെ സർവ്വരാഷ്ട്ര സമിതിയുടെയും പ്രമാണങ്ങളിലെ ചില മുടന്തൻ തത്വങ്ങളും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഭരണഘടനകളിലെ ചില പ്രത്യേകതകളും കൂട്ടിച്ചേർത്ത ഒരു വികൃത സൃഷ്ടിയാണ് നമ്മുടെ ഭരണഘടന എന്ന് വാദമുള്ളവരാണ് ഇവിടുത്തെ സംഘപരിവാർ. അവരാണ് മുസ്ലിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഈ ഇന്ന് നമ്മുടെ രാജ്യത്ത് പാറിപ്പറക്കുന്ന ദേശീയ പതാകയെ ഞങ്ങൾ അംഗീകരിക്കുകയുമില്ല, ഞങ്ങൾ അതിനെ ബഹുമാനിക്കുകയുമില്ല എന്ന് പറയുന്നവർ ആരായിരിക്കും? ദേശദ്രോഹികളായിരിക്കോ അതോ ദേശസ്നേഹികളായിരിക്കോ? എന്നാൽ നിങ്ങൾ കേട്ടോളൂ. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ 1947 വന്ന ഒരു വാർത്തയാണ്. വിധിയുടെ വിളയാട്ടം മൂലം അധികാരത്തിലേറിയവർ നാളെ നമ്മളോട് ത്രിവർണ പതാക ഏന്താൻ ആവശ്യപ്പെട്ടേക്കും. എന്നാൽ ഹിന്ദുത്വവാദികൾക്ക് ഈ ത്രിവർണ പതാകയെ ഒരിക്കലും അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ കഴിയില്ല. എന്ന വാക്ക് തന്നെ അങ്ങേയറ്റം ഹീനമാണ്. 3 വർണ്ണങ്ങളിലുള്ള ഒരു പതാക വളരെ മോശമായ മാനസിക പ്രഭാവം സൃഷ്ടിക്കുകയും ചെയ്യും, രാജ്യത്തിനത് ഹാനികരമാവുകയും ചെയ്യും. ഏത്? നമ്മുടെ ദേശീയ പതാകയെ എല്ലാവരും വളരെ ബഹുമാനത്തോടെ ആദരവോടെ സ്നേഹിക്കുന്ന നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ബഞ്ച് ഓഫ് തോട്ട് അഥവാ വിചാരധാര, ഗോൾവാൾക്കറിന്റെ വിചാരധാര നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മുടെ ദേശീയ പതാകയെ അദ്ദേഹം അതിലും ചോദ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടിനെയും ഇന്നുവരെ തള്ളിപ്പറയാത്ത മുസ്ലിം സമൂഹത്തെയാണ് ഇവർ, ഒന്ന് ആലോചിച്ച് നോക്കണം, രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്. ഇതെത്ര വലിയ കോമഡിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ ഒരു മുസ്ലിമും ഒരപകർഷതാബോധത്തിനും അടിപ്പെടേണ്ട കാര്യമില്ല. അന്തസ്സോടെ അഭിമാനത്തോടെ ലെവലേശം പോലും ഇപ്പറയുന്ന അപകർഷതാബോധമില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള അവകാശവും മുസ്ലിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പര നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.